ഇന്ന് കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഡിഫറെൻ്റായിട്ട് ചോറ് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പം ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിന് കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്ലെയിൻ റൈസും കറികളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അളവിലുള്ള അതായത് നമ്മുടെ പൊന്നേരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെന്ത ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളച്ചോറ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ചോറെടുത്ത കപ്പിന് തന്നെ അതേ കപ്പിൽ ഞാൻ 1 കപ്പ് അളവിലുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മളെപ്പോഴും കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ചോറ് നമുക്കൊന്ന് ഉടച്ചും കൂടെ എടുക്കാം കേട്ടോ. ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. കാരണം ഒന്നുകൂടെ ഒന്ന് അതായത് ഉടഞ്ഞ് കിട്ടണം. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ചോറും തൈരും കൂടെ ഈ ഒരു രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. നല്ല കുഴമ്പ് പോലെ കുഴഞ്ഞ് വേണം അത് ഇരിക്കാനായിട്ട്, ഈ ഒരു രീതിക്ക്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് കടുവറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കൈവശം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കടുകും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല. ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ നമുക്ക് കടലപ്പരിപ്പും വേണം ചേർക്കാം. ഇനി ഞാനതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കിയെന്ന് പറഞ്ഞാൽ ഇതിന് കളറൊന്ന് ചേഞ്ച് ആയി ഒരു മൂത്ത മണം വരണം. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് ഞാൻ ഇതിനകത്തേക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളക് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് വറ്റൽമുളകും പതുക്കെ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിലുള്ള കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ തൈര് സാദത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തു കൊടുക്കണം. അപ്പം ഈ ഞാൻ ചേർത്ത ഉപ്പും ഒക്കെ കറക്റ്റാണ് ഇതിന്. ഇനി ഇതിനകത്ത് വേറൊന്നും ചേർക്കാൻ ഇല്ല. ഇനി ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടി അല്പം പൊമഗ്രാനൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് കഴിച്ചു നോക്കി. അടിപൊളിയാണ്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇതിനൊന്നും ഇല്ലാതെ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പ്ലെയിൻ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പം സൺഡേ ആയതുകൊണ്ട് അവിടെ നല്ല ഫ്രഷ് വരാലുണ്ടായിരുന്നു. വരാൽ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാനതും മുളകിട്ട് കറി വെച്ചു. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റായിരുന്നു. പക്ഷെ ഞാനിതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വരാലിൽ നിന്നൊരു 4 പീസ് എടുത്ത് ഞാൻ ഇതുപോലെ ഫ്രൈയും ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടെ തോരനും വെച്ചിട്ടുണ്ട്. പോരെ ഇന്നത്തെ ലഞ്ച്? അടിപൊളിയല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം.